ദിവസേന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവമാലിന്യത്തിന്റെ പകുതിയിലേറെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി തലങ്ങളിലുമായി സംസ്കരിക്കപ്പെടുന്ന നാടാണ് ഇപ്പോൾ കേരളം. നിലവിൽ 90% മുനിസിപ്പാലിറ്റികളിലും 80% ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യം ദൈനംദിനം വേർതിരിച്ചു വരികയാണ്. അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണമാകട്ടെ ഹരിതകർമ്മസേനയിലൂടെ ഏതാണ്ട് 100% അടുക്കുന്നു എന്നതും ഈ രംഗത്ത് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. 6:30 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും, 12-1 മണിയൊക്കെ ആകുമ്പോൾ തീരും. പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റും എടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആഴ്ചയിൽ 2 ദിവസമായിട്ട് എടുക്കും. ഒരേ ഏരിയയിലാണ് എടുക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് അതുപോലെ ഫാമിലാണ് പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാ വീട്ടുകാരും സഹകരിക്കുന്നുണ്ട്. പാഴ്വസ്തു ശേഖരണ രംഗത്ത് പ്രാദേശിക സർക്കാരുകളുടെ പിന്തുണാ സംവിധാനമായി പ്രവർത്തിക്കുന്നത് ക്ലീൻ കേരള കമ്പനിയാണ്. ഇതിന്റെ പിന്തുണയോടെ 800-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി പാഴ്വസ്തു ശേഖരണം നടത്തുന്നത്. 2022 ആകെ 7657 മെട്രിക് ടൺ മാലിന്യം ശേഖരിച്ച കമ്പനി ഈ വർഷം അത് 4 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ വർഷം മെയ് മാസത്തിൽ മാത്രം 5355.08 മെട്രിക് ടൺ മാലിന്യമാണ് ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച് നീക്കം ചെയ്തത്. ഈ രംഗത്ത് ക്ലീൻ കേരള കമ്പനി പുതിയ ഉയരങ്ങൾ കണ്ടെത്തുമ്പോൾ ആകെ മാലിന്യ ശേഖരണത്തിൽ എറണാകുളം മുന്നിലെത്തിക്കഴിഞ്ഞു. എന്നാൽ തരം തിരിച്ചു മാലിന്യം ശേഖരിക്കുന്നതിലും അതുവഴി ഹരിതകർമ്മസേനയ്ക്കുള്ള വരുമാനത്തിലും ഒന്നാമതെത്തിയത് കണ്ണൂർ ജില്ലയാണ്. മനുഷ്യൻ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന എല്ലാതരം പാഴ്വസ്തുക്കളെയും അതിൽ മൂല്യവത്തായവ പ്രത്യേകം തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് മൂല്യവത്താക്കി നല്ല രീതിയിലുള്ള ഒരു തുക അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 785-ലധികം ലോക്കൽ ബോഡികളുടെ പിന്തുണാ സംവിധാനമായിട്ടാണ് ക്ലീൻ കേരള കമ്പനി പ്രവർത്തിക്കുന്നത്. RRFലാണ് പുനഃചംക്രമണം സാധ്യമാകുന്ന രീതിയിൽ അജൈവ മാലിന്യത്തിന്റെ വേർതിരിവ് നടത്തേണ്ടത്. ആകെ വേണ്ടത് 263 RRFകൾ. 170-ലധികം RRFകൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞ കേരളത്തിൽ 8 ജില്ലകളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വേസ്റ്റ് ടു എനർജി പ്ലാന്റുകൾ സ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുസ്ഥലത്ത് മാലിന്യം എറിയുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിനും പിഴ ഈടാക്കാൻ ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകിയ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ ക്യാമറയും സ്ഥാപിക്കുകയാണ്. ബഹുജന പങ്കാളിത്തത്തോടുകൂടി 23 വാർഡുകളും വാർഡിന്റെ ഓരോ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കരകുളം വഴയില മുതൽ എട്ടാങ്കല്ല് വരെയുള്ള പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പുനരുപയോഗ സാധ്യത അനുസരിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. തുമ്പൂർ മൂഴി മോഡൽ ഉൾപ്പെടെ വിവിധതരം കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ മിക്ക തദ്ദേശഭരണ സ്ഥാപനങ്ങളും യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിലവിലുള്ള കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ ഈ മാസം തന്നെ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവംബർ 15 മുതൽ 30 വരെ മിനി MCF RRF സംവിധാനങ്ങളുടെ ഉറപ്പുവരുത്തൽ, ജൈവമാലിന്യങ്ങളുടെ ഉറവിട സംസ്കരണവും അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവും 100% വിലയിരുത്തൽ, ഹരിതഗ്രാമ സഭകൾ, ആവശ്യമായ സ്ഥലങ്ങളിൽ CCTV സ്ഥാപിക്കൽ, മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകുന്ന ക്യാമ്പയിൻ എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാ മാസവും ഹരിതകർമ്മസേനയിൽ ആളുകൾ വന്ന് ഞങ്ങൾ മാലിന്യങ്ങൾ കൊടുക്കും. പ്ലാസ്റ്റിക്കും മറ്റുള്ള സാധനങ്ങളും ഒക്കെ കൊടുക്കുക തന്നെ. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നില്ല. കൃത്യമായിട്ട് എല്ലാം പരിസരം എല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയൊക്കെ ഇടുന്നത്. എല്ലാവരും ഇങ്ങനെ തുടങ്ങിയ നാട് നന്നാവും. കൃത്യമായ മാർഗരേഖ, ചിട്ടയും സമയബന്ധിതവുമായ പ്രവർത്തനം, ക്രമം തെറ്റിക്കാതെയുള്ള പദ്ധതി നിർവഹണം, സ്കൂളുകൾ മുതൽ സർക്കാർ സ്ഥാപനങ്ങൾ വരെ ഒറ്റക്കെട്ടായി മാലിന്യമുക്ത നവകേരളത്തിനായി പ്രയത്നിക്കുകയാണ്. തലമുറകളിലേക്ക് കൈമാറുന്ന വൃത്തിയുടെ സന്ദേശത്തിലൂടെ മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള നമ്മുടെ ചുവടുവയ്പുകൾ വിജയിക്കുകയാണ്. അത് ഗ്രാമാന്തരങ്ങളിലൂടെ ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാലിന്യമുക്ത കേരളത്തിനായുള്ള ഈ ജനകീയ മുന്നേറ്റം രാജ്യത്തിന് തന്നെ പുതിയ മാതൃകയാവുകയാണ്.